എൻ്റെ പൊന്നോ ഒരു കസ്റ്റമർ മുട്ടൻ കച്ചറ എന്ന് വെച്ചാൽ കച്ചറടം കറ്റം അങ്ങനെ പ്രശ്നം എന്താണെന്ന് കേട്ടിട്ടുമ്പോ ഈ വർഷാപ്പുകാരന്മാരെ കൊണ്ട് നിവർത്തിയില്ല. വണ്ടിക്ക് ഓയിൽ മാറാനെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ഓയിൽ മാറിയാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഓയിൽ ഫിൽറ്റർ മാറണം, പിന്നെ എയർ ഫിൽറ്റർ മാറണം, പിന്നെ AC ഫിൽറ്റർ മാറണം. ഇതൊക്കെ നോക്കിയാൽ ഈ എയർ ഫിൽറ്ററിന് എന്താ കുഴപ്പം? ഇതൊക്കെ ജസ്റ്റ് പൊടി അടിച്ചിട്ടാൽ പോരെ, നല്ല എയർ ഫിൽറ്റർ അല്ലേ. ഇതൊക്കെ വെറുതെ ആകുമ്പോൾ നമ്മൾ കാശ് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് മാറാൻ പറയും. ഞങ്ങളൊക്കെ എയർ ഫിൽറ്ററൊക്കെ കൂടെ കൊണ്ടുപോയി എയറൊക്കെ അടിച്ചിട്ട് ഇടുന്നതാണ്. ഇനിയും നോക്കി ഇതിനെന്താ കുഴപ്പം? 5000 കിലോമീറ്റർ ഇനിയും ഓടും, ഇത് സുഖമായിട്ട് ഓടും. വെറുതെ എന്നെ കൊണ്ട് 620 രൂപ വെറുതെ ചിലവാക്കിപ്പിച്ചു. ഇത്തരത്തിലുള്ള മൈൻഡുള്ള ആളാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വർഷാപ്പിൽ കൊണ്ടുവരുക. ആ വണ്ടി ഓടി അവസാനം പടമായി എഞ്ചിൻ പണിയൊക്കെ ആയി കഴിയുമ്പം കൊണ്ട് എഞ്ചിൻ പണിഞ്ഞാൽ മതി. കാര്യം വെച്ചാൽ എയർ ഫിൽറ്റർ മാറുന്നതിനൊക്കെ ഭയങ്കര ചിലവാണ്. 10-650 രൂപ ചിലവാകും. അതിനെക്കാട്ടിലും എഞ്ചിൻ പണിയാനാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരു 70,000 രൂപ 60,000 രൂപ 55,000 1 ലക്ഷം രൂപയൊക്കെ ചിലവാകുന്നേ ഉള്ളൂ. 670 രൂപയൊക്കെ ചിലവാക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ എയർ ഫിൽറ്റർ മാറുന്നത് മാത്രമല്ല പലരുടെയും വിഷയം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറത്തില്ല, ഓയിൽ ഫിൽറ്റർ മാറത്തില്ല. ഈ ഓയിൽ മാറുന്ന സമയത്ത് ഒന്നിരാടം ഓയിൽ ഫിൽറ്റർ മാറുന്നൊരു ഏർപ്പാടുണ്ട്. എന്തോന്ന് ഏർപ്പാട് ഇതൊക്കെ എനിക്കറിയാൻ വയ്യ. എല്ലാ പ്രാവശ്യവും ഓയിൽ ഫിൽറ്റർ മാറണം. അത് കണക്ക് തന്നെ എയർ ഫിൽറ്റർ മാറുന്ന കേസ് കിട്ട്, AC ഫിൽറ്റർ മാറുന്ന കേസ് കിട്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീസൽ ഫിൽറ്റർ. ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡീസൽ ഫിൽറ്റർ. മാറുന്ന എന്തിനാണെന്നും ചോദിച്ചിട്ട് മാറാതെ കൊണ്ട് കിടന്ന് കുത്തലും ബഹളമായപ്പം കൊണ്ടുവന്നതാണ്. ഇളക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഡീസൽ ഫിൽറ്ററൊക്കെ അത് രണ്ട്, അതായത് ടാറ്റയുടെ ഒരു വണ്ടിയാണ്, 2 ഡീസൽ ഫിൽറ്ററില്ലേ, എപ്പോഴും വെറുതെ മാറി കാശുകൾ എന്തിനാണെന്നുള്ളത്. അവസാനം കുത്തലും ബഹളമൊക്കെ ആയിട്ട് ഇഞ്ചക്ഷൻ സാധനം എല്ലാം വലിച്ചിളക്കേണ്ട സാഹചര്യം വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന്. അതായത് ഈ 2 രൂപയുടെ ലാഭം നോക്കി 50 രൂപ ചിലവാക്കുന്ന കണക്ക്, അല്പലാഭം പെരും. അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത് 90% ആൾക്കാർക്ക് ഈ സാധനമൊക്കെ എന്തിനാണെന്നുള്ളത് അറിയാം. അപ്പം അറിയാത്തതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ഓയിൽ ഫിൽറ്റർ. അതായത് ഓയിലിനെ ഫിൽറ്റർ ചെയ്യുന്ന സാധനം. സിമ്പിളായിട്ട് പേരിൽ തന്നെ ഉണ്ട്. ഈ സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓയിലിനെ ഫിൽറ്റർ ചെയ്യാൻ. എന്തിനാണ് ഓയിലിനെ ഫിൽറ്റർ ചെയ്യുന്നത്? ഓയിൽ എന്ന് പറഞ്ഞാൽ കർശനം വരുന്ന 2 ഭാഗങ്ങൾക്കിടയിൽ ഒരു ഫിലമെൻ്റ് പോലെ ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത് മറ്റ് ചില പർപ്പസും കൂടെ ഉണ്ട്. എന്നാലും അങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് കർശനം വരുന്ന ഭാഗങ്ങളിലൊക്കെ ലൂബ്രിക്കേഷൻ കൊടുക്കുക, അവിടെ കർശനം ഒഴിവാക്കുക, സ്മൂത്തായിട്ട് എൻജിൻ വർക്കാവാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ. അപ്പം ആ എൻജിൻ ഓയിലിൽ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ തരികളും മറ്റ് കാര്യങ്ങളും ഒക്കെ വരും. അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ചെറിയ രീതിയിൽ സ്ലഡ്ജ് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഓട്ടോ ഉപയോഗവും കാര്യങ്ങളൊക്കെ കുറവുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള സ്ലഡ്ജ് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായ കാർബൺ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ ചെറിയ തേയ്മാനം വരുന്നതിൻ്റെ തരികളും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടി വരും. ഈ തരികളെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. എന്തിനെന്ന് പറഞ്ഞാൽ ഈ തരികൾ വീണ്ടും ഈ കർശനമുള്ള ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ തരികൾ ഇടയിൽ കയറിയിട്ട് അവിടെ ഒരഞ്ഞ് കർശനം കൂടുതലുണ്ടാവാനും, അതായത് ഈ ഒരു ഓയിലിൻ്റെ കപ്പാസിറ്റി, ഓയിലിൻ്റെ കഴിവിനെ മറികടന്ന് അവിടെ ഒരു കർശനം കൂടുതലുണ്ടാവാനും, ആ ഭാഗങ്ങൾക്ക് തേയ്മാനമോ കട്ടിങ്ങോ അവിടെ ചെറിയ രീതിയിൽ പോറൽ വീണാൽ പോലും, ഇപ്പം സിലിണ്ടറിൻ്റെ അകത്താണെങ്കിൽ പോലും പോറൽ വീണാൽ പോലും റീകംപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓയിലിനെ ഫിൽറ്റർ ചെയ്യുക. എപ്പോഴും എഞ്ചിനിലോട്ട് ക്രാങ്ക് കേസിൽ നിന്ന് പമ്പ് ചെയ്ത് എഞ്ചിനിലോട്ട് പോകുന്ന ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തരികളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് മാക്സിമം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അരിപ്പ പോലെ പ്രവർത്തിക്കുന്നൊരു സാധനമാണ് ഓയിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ഓയിൽ ഫിൽറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് കണക്ക് തന്നെ കുഞ്ഞു ഹോളുകളിലൂടെ ഓയിൽ ഗാലറികളും മറ്റുള്ളൊക്കെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ മറ്റും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഹോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഓയിൽ ഗാലറിയിലൊക്കെ മെറ്റൽ തരികളൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഓയിലിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഓയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും ഓയിൽ മാറുമ്പോഴത്തേക്ക് ഈ ഫിൽറ്റർ കൂടെ മാറിക്കോണം. ഓയിൽ ഫിൽറ്റർ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു 3 ലക്ഷം കിലോമീറ്റർ കൊണ്ടുള്ള വണ്ടിയായിരിക്കും. അവർ 2-2.25 ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് എഞ്ചിനൊക്കെ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും. ഇപ്പം ആ 2.25 ലക്ഷം കിലോമീറ്റർ വരെ ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചില സാറന്മാർ നടക്കും. ഇനി അടുത്ത എയർ ഫിൽറ്റർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ദാണ്ടേ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ശ്വാസകോശം പോലെയാണ്. അതായത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്ന പോലെയാണ് ഇതും സ്പോഞ്ച് പോലെയൊക്കെയാണ്. ചിലത് പേപ്പർ ടൈപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ സ്ട്രോക്കിൽ, അതായത് സെക്ഷൻ കംപ്രഷൻ പവർ എക്സോസ്റ്റ് എന്ന് പറയുന്ന 4 സ്ട്രോക്കിൽ സെക്ഷൻ സ്ട്രോക്കിലേക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന എയർ, ആ എയറിന് മാക്സിമം ഡസ്റ്റും കാര്യങ്ങളൊക്കെ
തടഞ്ഞു നിർത്തി പ്യുവർ എയർ ആയിട്ട് എഞ്ചിനിലേക്ക് ചെല്ലാനായിട്ട് സഹായിക്കുന്നു. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പൊടിപടലങ്ങളും അത് കണക്ക് തന്നെ മണൽത്തരികളും മറ്റുമൊക്കെ കയറി എഞ്ചിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ടർബോ ഉള്ള വാഹനങ്ങളിലൊക്കെ ടർബോയിലൊക്കെ പൊടിയും മൺതിരിയും കാര്യങ്ങളും കയറി ടർബോ ഡാമേജ് ആവാതിരിക്കാനൊക്കെ ഈ ഒരു എയർ ഫിൽറ്ററാണ് സഹായിക്കുന്നത്. അപ്പം എയർ ഫിൽറ്റർ ബ്ലോക്കായി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എയർ ഫിൽറ്റർ ബ്ലോക്കായാൽ ഈ ഫിൽറ്ററിങ് നടക്കുമോ? നടക്കും. ഇതിൻ്റെ അകത്തോടൊന്നും ഇപ്പുറത്തോട്ടൊന്നും വരത്തില്ല. ഈ ഭാഗം നോക്കിയേ, നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഇവിടെ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം ഈ ഭാഗത്താണ് പൊടിയും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇതിലെ സക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതായത് സക്ഷൻ സ്ട്രോക്കിൽ ആവശ്യമായ എയർ കൃത്യമായിട്ട് എഞ്ചിൻ്റെ ഉള്ളിൽ എത്തത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ അകത്ത് കൂടുതൽ പ്രഷർ ഉണ്ടാവാനും അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻടേക്ക് സെക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ എയർ ഫിൽറ്റർ മുതൽ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരെ വരുന്ന ഭാഗങ്ങൾക്കൊക്കെ ഡാമേജ് വരാനും അതുപോലെ തന്നെ PCV യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ PCV കൂടെ ഓയിൽ കയറി എഞ്ചിൻ്റെ ഉള്ളിൽ കയറി കത്താനും ഡീസൽ റണ്ണവേ പോലുള്ള സംഭവങ്ങൾ ഡീസൽ വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാനും ഓയിൽ കൂടുതൽ കത്തുന്ന പോലുള്ള വിഷയങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മളെ വാഹനത്തിൽ വരുന്ന ടർബോക്കെ ഡാമേജ് ആവാനും ഒക്കെ അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനാവുന്ന സാധനമാണ് ഈ ഒരു ശ്വാസകോശം, അതായത് എയർ ഫിൽറ്റർ. ഈ സാധനവും അടവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ 10,000-ത്തിലും അങ്ങോട്ട് മാറിക്കോ. പിന്നെ മാറുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു 20,000-20,000-ത്തിലാകുമ്പോൾ മാറിയാൽ മതി. എന്നാലും കംപ്ലൈൻ്റ് ആണെന്ന് കാണുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 600 700 800 രൂപയ്ക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ 10,000-ത്തിലും ഇത് കൂടെ മാറുകയോ ചെയ്താൽ നിങ്ങളെ വണ്ടി നല്ല ക്ലീനായിട്ട് ടെൻഷനില്ലാതെ കിടന്ന് ഓടും. അതുപോലെ ഈ ഡീസൽ ഫിൽറ്റർ ചില മരപ്പൊട്ടന്മാരെ വിചാരം എന്ന് വെച്ചാൽ വണ്ടി വലിവ് കുറയുകയോ അല്ലെങ്കിൽ മിസ്സിങ് കാണിക്കുകയോ ചെയ്യുമ്പം മാറാനുള്ള സാമാനമാണ് ഡീസൽ ഫിൽറ്റർ എന്നാണ് ചിലവന്മാരെയൊക്കെ വിചാരം. അങ്ങനെയല്ല. എല്ലാ 30,000 അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ ഓടുമ്പോഴും ഈ സാധനം അങ്ങോട്ട് മാറുക. അതാണ് ഏറ്റവും നല്ലത്. ഡീസൽ ഫിൽറ്റർ കൃത്യമായിട്ട് 25,000-30,000 കിലോമീറ്ററിനിടയിൽ നിർബന്ധമായിട്ടും മാറുക. ഇതിൻ്റെ അകത്ത് സ്ലഡ്ജ് പോലെയൊക്കെ ഡീസൽ സ്ലഡ്ജ് പോലെയൊക്കെ ഉണ്ടാകാനും അതുകൊണ്ടങ്ങനെ വെള്ളം അടിഞ്ഞുകൂടി അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടിയിൽ സ്റ്റെഡിമെൻ്ററി ലൈറ്റ് അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഫ്യൂൽ ലൈറ്റ് കത്തുമ്പോഴായിരിക്കും ഈ സാധനത്തിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ. പൊന്നും മൂലെ 25,000-30,000 കിലോമീറ്ററിനിടയിൽ ഈ സാധനം മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിയുടെ CRDI സംവിധാനം, കോമൺ ഡയറക്ട് ഇഞ്ചക്ഷൻ വരുന്ന സംവിധാനം, അതെല്ലാം നിങ്ങളെ വണ്ടി FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്ന ഒരു സംവിധാനം ആയിക്കോട്ടെ, രണ്ടിനാണെങ്കിലും പണി തരാൻ കെൽപ്പുള്ളൊരു സാധനമായത് പണിയൊക്കെ തരുമ്പോഴത്തേക്ക് കാശ് നല്ലോണം ചിലവാകുന്ന രീതിയിൽ തന്നെ പണി തരും. ഈ 3 ഫിൽറ്ററൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറണം. ഇതിലൊക്കെ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഉപയോഗിക്കേണ്ട. അത്രേ ഉള്ളൂ. ഇതിനൊക്കെ പിശുക്ക് കാണിക്കാനാണെങ്കിൽ നിങ്ങൾ വണ്ടി ഉപയോഗിക്കേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി കട്ടപ്പുറത്താകാതെ കുറേ കാലം കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ട് നടക്കാം. പിന്നെ നിങ്ങളെ വണ്ടി നിങ്ങളെ ഇഷ്ടം. എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, ടാറ്റ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.